Hi dear aspirants, welcome to Aspire Defense. നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാം സെപ്റ്റംബർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഫൈനലി വന്നു കഴിഞ്ഞു. സോ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കാണണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ നോട്ടിഫിക്കേഷനെ കംപ്ലീറ്റ്ലി ഡീകോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓക്കെ, UPSC പോർട്ടലിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എലിജിബിലിറ്റി, സെലക്ഷൻ പ്രൊസീജിയർ, ഫെർദർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മളുടെ ആസ്പയർ ഡിഫൻസിൻ്റെ NDA ശൗര്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സെപ്റ്റംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പ്രിപ്പറേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം 7034561234. ഓക്കെ, സോ ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് വെബിനാറിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കിന്നത്തെ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് പോവാം. സോ ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ ഈ നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ടൊന്ന് വായിച്ച് നോക്കണം. സോ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിക്കുക. ഓക്കെ, സോ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, സോ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു NDA എക്സാമിൻ്റെ. സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ 20th നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഓക്കെ, എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്? അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് June 9 ഓക്കെ, June 9 ലാസ്റ്റ് ഡേറ്റ്. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതാണ്. ഹെവി ട്രാഫിക് ഉണ്ടാവും ഓൾറെഡി വെബ്സൈറ്റിൽ. പിന്നെ സെർവർ ഡൗൺ ആവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ഈ വീക്കിൽ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാൻ പാടില്ല. ബിഫോർ ദാറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്? സെപ്റ്റംബർ 13. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബിക്കോസ് സെപ്റ്റംബർ 13 എക്സാം വരുന്നത്. June 9 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, സോ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അപ്ലൈ ഓൺലൈൻ ബൈ യൂസിങ് ദി വെബ്സൈറ്റ്. UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ ഒരു NDA എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വർഷത്തിൽ 2 തവണ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണിത്. ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ ഓഫീസേഴ്സിനെ, കാഡറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യൻ നേവിയിലെ 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്കും ഈ എക്സാം വഴി സെലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ. ഓക്കെ, സോ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് NDA കടക്വാസില, പൂണ, മഹാരാഷ്ട്രയിലാണ് 3 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, 10+2 കാഡറ്റ് എൻട്രി സ്കീമിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ 4 വർഷം ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ തന്നെയാണ്. ഓക്കെ, സോ വർഷത്തിൽ 2 തവണ എക്സാം നടക്കാറുണ്ട്, ഏപ്രിലും സെപ്റ്റംബറിലും. സോ UPSC നടന്ന ഈ പരീക്ഷയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? upsconline.nic.in. ഓക്കെ, ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, upsconline.nic.in നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, upsconline.nic.in. സോ നിങ്ങൾ ആദ്യമായിട്ട് UPSC പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, NDA പരീക്ഷ നിങ്ങൾ മുമ്പ് എഴുതിയിട്ടില്ല, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ. ഓക്കെ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് URN എന്ന് പറഞ്ഞൊരു നമ്പർ അവൈലബിൾ ആവും. ഓക്കെ, URN, ബിക്കോസ് നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ഏത് എക്സാം UPSC എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ നമ്പർ ആവശ്യമുള്ളൂ. ഓക്കെ, URN. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മുമ്പ് NDA എക്സാം എഴുതിയ കുട്ടികളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് URN ക്രിയേഷൻ ആണ്. ഓക്കെ, യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ. സോ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, URN. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫർദർ പ്രൊസീജിയേഴ്സ് എന്ന്. ഓക്കെ, ഓക്കെ, സോ UPSC ഓൺലൈനാണ് വെബ്സൈറ്റ്, upsconline.nic.in. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ, ഓക്കെ, URN ലഭിക്കും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ URN ആ ഒരു പോർട്ടൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പോർട്ടൽ ഓപ്പൺ ആവും. അത് കോമൺ ആപ്ലിക്കേഷൻ ഫോമാണ് CAF. ഓക്കെ,
ഇതും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, CAF കോമൺ ആപ്ലിക്കേഷൻ ഫോം. ഇനി അതിൻ്റെ ശേഷമുള്ള അടുത്ത മൊഡ്യൂളാണ് എക്സാമിനേഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന മൊഡ്യൂൾ വരുന്നത്. അവിടെ നിങ്ങൾക്ക് NDA എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് പ്രൊഫൈൽ ക്രിയേഷൻ, ഓക്കെ, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നിങ്ങളിപ്പം ഫ്യൂച്ചറിൽ ഏത് എക്സാം എഴുതുകയാണെങ്കിലും നെക്സ്റ്റ് NDA എക്സാം എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ NDA എക്സാമിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതൊരു വൺ ടൈം രജിസ്ട്രേഷൻ ഫെസിലിറ്റിയാണ്. ഓക്കെ, ഇത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, UPSC വെബ്സൈറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലർക്കും ഒരു സംശയമാണ് എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡിങ്. അപ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ്ട്, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലൈവ് ഫോട്ടോയും കൂടി അവരെടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം, ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ സൈസും പിക്സൽസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര KB ആണ്, എത്ര സൈസ്, എത്ര പിക്സൽസ് ആണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി സിഗ്നേച്ചറാണ്, നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ സൈൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലൂ പെൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ബ്ലാക്ക് ബോൾ പെൻ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. ഓക്കെ, സോ ശ്രദ്ധിക്കുക, വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ സൈൻ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ബോൾ പെൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇതിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, applicants are strongly advised to use the Aadhaar card as ID document for the easy, effortless and seamless verification and authentication of ID card and other details. സോ ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് OTP വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ആധാർ കാർഡ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആധാർ കാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം കയ്യിൽ, കുറച്ച് ഡോക്യുമെന്റ്സ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 9th June ആണ്. വൈകുന്നേരം 6 മണി വരെയാണ് സമയം ഉണ്ടായിരിക്കുക. പക്ഷേ ഒരിക്കലും നിങ്ങൾ ലേറ്റ് ആക്കാൻ പാടില്ല. നിങ്ങൾ ഈ വീക്കിൽ തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാം. ഓക്കെ, അഡ്മിറ്റ് കാർഡ് എക്സാം September 13th. സോ എക്സാമിൻ്റെ ഒരു 7 to 10 days മുമ്പായിട്ടാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പോർട്ടലിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമിൻ്റെ കേസാണ്. എക്സാമിൻ്റെ കേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യും, പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാമിൽ OMR ഷീറ്റിൽ ബ്ലാക്ക് ബോൾ പെൻ യൂസ് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ആപ്ലിക്കേഷൻ്റെ ഫർദർ പ്രൊസീജിയറിലേക്ക് നോക്കാം. ഓക്കെ, അതുപോലെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. UPSCൻ്റെ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ വിളിക്കാം. അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ID ഉണ്ട്, UPSC SOAP@nic.in. ഈ ഇമെയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് തിരിച്ച് മെയിൽ ചെയ്ത് തരും, പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സാമിൻ്റെ സമയത്ത് മൊബൈൽ ഫോണൊക്കെ ബാൻഡാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ DBARക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. സോ നിങ്ങൾ പോകുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ആർമി, നേവി, എയർഫോഴ്സിലേക്കുള്ള ഫ്യൂച്ചർ ഓഫീസേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു എക്സാമാണിത്. സോ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മളുടെ നോട്ടിഫിക്കേഷനിലെ പ്രധാന കാര്യങ്ങളിലേക്ക് വരാം. വേക്കൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് NDAയുടെ 158 കോഴ്സിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, 158. ആൻഡ് അതുപോലെ നേവൽ അക്കാഡമിയുടെ 120th കോഴ്സിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷനാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. കുറച്ച് ഫോഴ്സസ് ഉണ്ട്. ആർമി, നേവി, എയർഫോഴ്സിലേക്കുള്ള വേക്കൻസീസ് നമുക്ക് റെസ്പെക്റ്റീവ് വേക്കൻസീസ് നോക്കാം. ടോട്ടൽ 394 വേക്കൻസീസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. കഴിഞ്ഞ സൈക്കിളിലും ഇതേ വേക്കൻസി തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ ആർമിയിൽ 198 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വന്നിരിക്കുന്നത്, 10 ഫോർ ഫീമെയിൽ. അങ്ങനെ കംപ്ലീറ്റ്ലി ടോട്ടൽ 208 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. നേവിയിൽ 37 വേക്കൻസീസ് ആണ്, ഫീമെയിലിന് 5 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ 42 വേക്കൻസീസ് ആണ്. ഓക്കെ, ഓൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ് ഇന്ത്യൻ നേവിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. വൺസ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ നേവൽ വിങ്ങിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സിൽ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ച്, ടെക്നിക്കൽ ബ്രാഞ്ച്, നോൺ ടെക്നിക്കൽ ബ്രാഞ്ച്. ഓക്കെ, സോ നമുക്ക് പൈലറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇന്ത്യൻ എയർഫോഴ്സിലൂടെ. നമുക്ക് പൈലറ്റ് ആവാൻ പല രീതിയിൽ നമുക്ക് പറ്റും. പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ പൈലറ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എന്താ പറയുക, ഫ്ലൈയിങ് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്, ഫ്ലൈയിങ് ട്രെയിനിങ് ഇത്ര ഹവേഴ്സ് നമ്മൾ ട്രെയിൻ ചെയ്യാനുണ്ട്. ഇതിനൊക്കെ വലിയൊരു സാമ്പത്തിക ചെലവ് വരുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വളരെ കുറവാണ്. ഓക്കെ, 0 എന്നാണ് പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങൾക്ക് ഫൈറ്റർ പൈലറ്റ് ആവാം, ഹെലികോപ്റ്റർ പൈലറ്റ് ആവാം, ട്രാൻസ്പോർട്ടേഷൻ പൈലറ്റ് ആവാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ 90 വേക്കൻസീസ് നമുക്ക്
ഫ്ലൈയിങ് ബ്രാഞ്ചിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ 90 വേക്കൻസീസ്. ഓക്കെ 90 പേരെ പൈലറ്റാക്കി മാറ്റും ഈ ഒരു സൈക്കിളിൽ. ഓക്കെ ഒരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷനാണ്. പക്ഷേ നിങ്ങൾക്കും ചാൻസസ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ 2 വേക്കൻസീസ് പെൺകുട്ടികൾക്കും ഉണ്ട്. ഓക്കെ ടോട്ടൽ 92 വേക്കൻസീസ് ആണ് ഫ്ലൈയിങ്. ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിൽ 16 വേക്കൻസീസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ. ഓക്കെ 16 വേക്കൻസീസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്, 2 വേക്കൻസീസ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഓക്കെ ആൻഡ് നോൺ ടെക്നിക്കൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ബ്രാഞ്ച് ഒക്കെയാണ് നോൺ ടെക്നിക്കൽ വരുന്നത്. സോ 8 വേക്കൻസീസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്, 2 വേക്കൻസീസ് ഫോർ ഫീമെയിൽ. അങ്ങനെ ടോട്ടൽ 10 കാൻഡിഡേറ്റ്. ഇന്ത്യൻ നേവിയുടെ 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്കും ഈ എൻട്രി ത്രൂ എടുക്കുന്നുണ്ട്. സോ 21 വേക്കൻസീസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്, 3 വേക്കൻസീസ് ഓഫ് ഫീമെയിൽ. അങ്ങനെ ടോട്ടൽ 24 വേക്കൻസീസ് ആണ് നേവൽ അക്കാഡമിയിലേക്ക് വരുന്നത്. ഓക്കെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 കാഡർ ആർമി, നേവി, എയർഫോഴ്സ് കാഡർ 3 വർഷം ട്രെയിൻ ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിൽ തന്നെയാണ്. പക്ഷേ നേവൽ അക്കാഡമി 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ 4 വർഷം ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണ്. ഓക്കെ സോ ആർമിയിൽ 3 വർഷം ആർമി കാഡറിൽ ആർമി വിങ്ങിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആർമി 3 വർഷത്തെ ട്രെയിനിങ്, NDL 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം റെസ്പെക്റ്റീവായ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ പ്രീ കമ്മീഷനിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ ആൻഡ് നേവിയിലാണെങ്കിൽ അഗെയിൻ 3 വർഷം NDL കഴിഞ്ഞാൽ 1 വർഷം നിങ്ങൾ നേവൽ അക്കാഡമിയിൽ പ്രീ കമ്മീഷനിങ് ട്രെയിനിങ്. എയർഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് പോകും 1 വർഷത്തെ പ്രീ കമ്മീഷനിങ് ട്രെയിനിങ്. അങ്ങനെ ടോട്ടൽ 4 ഇയർ ട്രെയിനിങ് പീരീഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഓക്കെ സോ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് പോവാം. സോ നമുക്ക് സെന്റേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. കേരളത്തിൽ എത്ര സെന്റേഴ്സ് ഉണ്ട് നോക്കാം. ഇത്തവണ 4 സെന്റേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ കണ്ണൂർ സെന്റർ വന്നിട്ടുണ്ട്, കോഴിക്കോട് സെന്റർ വന്നിട്ടുണ്ട്, അതുപോലെ കൊച്ചിയിൽ സെന്റർ വന്നിട്ടുണ്ട്, ആൻഡ് നെക്സ്റ്റ് ട്രിവാൻഡ്രം. ഓക്കെ തിരുവനന്തപുരമാണ് സെന്റർ വന്നിരിക്കുന്നത്. അങ്ങനെ 4 സെന്റേഴ്സ് ഉണ്ട്, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. അപ്പോൾ ഈ 4 സെന്റേഴ്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സൈഡാണ് നിങ്ങൾക്ക് ബെസ്റ്റ് തോന്നുന്നത് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെന്റേഴ്സ് ചൂസ് ചെയ്ത സെന്റർ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്രാവലിംഗ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം സെന്റർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ Okay, candidates should not that no request for change of examination center will be entertained. Okay, so നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ഓക്കെ അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് പോകാം. ഓക്കെ ഡയറക്റ്റ് ഏജ് ലിമിറ്റ്. ഓക്കെ ഏതൊക്കെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? 1 ജാനുവരി 2008. ഓക്കെ 1 ജാനുവരി 2008 മുതൽ 1 ജാനുവരി 2011 വരെ ജനിച്ച കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 1 ജാനുവരി 2008 to 1 ജാനുവരി 2011 ആർ എലിജിബിൾ ഫോർ ദിസ് എക്സാം. ഓക്കെ സോ ഇതിൻ്റെ ഇടയിൽ അല്ലാതെ വരുന്ന കുട്ടികൾ ഇതിന് എലിജിബിൾ അല്ല. ഓക്കെ അതായത് 1 ജാനുവരി 2008 മുമ്പ് ജനിച്ച കുട്ടികളാണെങ്കിലും 1 ജാനുവരി 2011 ശേഷം ജനിച്ച കുട്ടികളാണെങ്കിലും നിങ്ങൾ ഏജ് വൈസ് നിങ്ങൾ എലിജിബിൾ അല്ല. ഓക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. ഓക്കെ നമുക്കിനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഓക്കെ സോ 3 വിങ്ങാണ് വരുന്നത്, ആർമി, നേവി, എയർഫോഴ്സ്. ഓക്കെ NDL 3 വിങ്, അതുപോലെ നേവൽ അക്കാഡമി. ഓക്കെ സോ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആർമി വിങ്ങിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നിങ്ങൾ +2 ഏത് സബ്ജക്ട് പഠിച്ചാലും കുഴപ്പമില്ല, ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിൻ്റെ കേസിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം നിങ്ങൾ 11th and 12th മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കേണ്ടി വരും ഈ എക്സാമിന് വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ സബ്ജക്ട്സിന് പുറമെ ഇതും കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ എക്സാം എഴുതിയിട്ട് കാര്യമുള്ളൂ. കാരണം ഈ എക്സാം കുറച്ചും കൂടി ടഫ്നെസ് ഉണ്ട്. മാത്തമാറ്റിക്സ് പേപ്പർ 1 കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. സോ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുക. പക്ഷേ നിങ്ങളെ എക്സ്ട്രാ ഈ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നിനല്ല. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സിലബസ് കുറച്ച് ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കണം, എങ്കിലും മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഇനി എയർഫോഴ്സ് വിങ്, നേവൽ വിങ് ആൻഡ് നേവൽ അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ മസ്റ്റായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേവി, എയർഫോഴ്സ് ആൻഡ് നേവൽ അക്കാഡമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആർമി വിങ്ങിലേക്ക് ആർക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ നേവി, എയർഫോഴ്സ് ആൻഡ് നേവൽ അക്കാഡമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 12th പഠിച്ചിരിക്കണം. ഓക്കെ ഇനി മാത്രമല്ല ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ്, ഇപ്പോൾ 11th കഴിഞ്ഞ് 12th ജോയിൻ ചെയ്ത കുട്ടികൾക്ക് NDA പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ കാൻഡിഡേറ്റ്സ് ഹു ആർ അപ്പിയറിംഗ് ഇൻ ദി ക്ലാസ് 12 അണ്ടർ ദി 10+2 പാറ്റേൺ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ. ഓക്കെ സോ നിങ്ങളും എലിജിബിൾ ആണ്. ഓക്കെ നിങ്ങൾക്കും സെപ്റ്റംബർ എക്സാം എഴുതാം. ഓക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 11th കഴിഞ്ഞ് 12th വരുന്ന സെപ്റ്റംബർ എക്സാം ക്ലിയർ ചെയ്തിട്ട്
നിങ്ങൾ നെക്സ്റ്റ് അതായത് NDL കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ജൂലൈയിലാണ്. അതിന് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, 12th സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് അറ്റംപ്റ്റ്. കാരണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാബ് എക്സാം, നിങ്ങളുടെ 12th ബോർഡ് എക്സാം ഒക്കെ വരും. നെക്സ്റ്റ് ഏപ്രിലാണ് അടുത്ത NDA വരുന്നത്. ആ സമയത്ത് അപ്പം അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സമയം ഉണ്ടാവത്തില്ല. വളരെ കുറച്ച് സമയം മാത്രമേ, ഒരു 2 weeks സമയം മാത്രമേ നിങ്ങൾക്ക് അന്നേരം കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. ഈ സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു സംശയമാണ് ക്ലാസ് 11th. ഈ ഏജ് വൈസ് പല കുട്ടികളും ക്ലാസ് 11th പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് 11th ജോയിൻ ചെയ്യുന്ന കുട്ടികൾ. പക്ഷേ ഏജ് വൈസ് അവർ എലിജിബിൾ ആണെങ്കിലും അവർ ഇതിന് അപ്പിയറിങ്ങിന് അവർ എലിജിബിൾ അല്ല. എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി അവർ എലിജിബിൾ അല്ല. ബിക്കോസ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദി 11th ക്ലാസ് എക്സാം ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് എക്സാമിനേഷൻ. അവർ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞ് 11th ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് NDL, ഈ എക്സാമിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ്. സോ നിങ്ങൾ 10th ജൂൺ 2027 മുമ്പായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് SSB ഇൻ്റർവ്യൂവിനെ കുറിച്ച് കൂടി നോക്കാനുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ ഫീ. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. 100 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പക്ഷേ കുറച്ച് ആൾക്കാർ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ SC ST കാൻഡിഡേറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വാർഡ്സ് ഓഫ് JCO NCO ORs ഇവരും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആരൊക്കെ കൊടുക്കണം? ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും മാത്രമാണ് 100 rupees ഫീസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ആരും ഇത് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എക്സെപ്ഷൻ ഉണ്ട്, SC ST കാൻഡിഡേറ്റ്സിന് എക്സെപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ആരും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അഗെയിൻ ഹൗ ടു അപ്ലൈ upsconline.nic.in ആണ്. മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ URN, കോമൺ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ എക്സാമിനേഷൻ മൊഡ്യൂളൊക്കെ ശ്രദ്ധിക്കണം. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഓരോ ഇൻഫർമേഷനും കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യുക. ബിക്കോസ് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സബ്മിഷനെ ബാധിക്കുന്നതാണ്. അത് ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യേണ്ടതാണ്. സോ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബിക്കോസ് നിങ്ങൾ 1 time രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു തവണ മാത്രമേ URN നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, ഓക്കെ. സോ റിട്ടൺ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് October 26 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് എക്സാം കഴിഞ്ഞിട്ട് 1 മാസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടും വരും NDA എക്സാമിൻ്റെ. സോ പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാ പ്രോസസ്സും കറക്റ്റ് സമയത്ത് നടക്കും. സോ UPSCൻ്റെ കലണ്ടർ പ്രകാരം എല്ലാം കറക്റ്റ് സമയത്ത്. ഓക്കെ, അതായത് September 13 എക്സാം നടക്കും, October റിസൾട്ടും വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊസീജിയർ, ഇതിലെ സെലക്ഷൻ പ്രൊസീജിയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് ഇസ് SSB ഇൻ്റർവ്യൂ, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ. പല കുട്ടികൾക്കുള്ള ഒരു സംശയമാണ്, അതായത് ഇതിൽ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടോ, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, അതായത് നമ്മളിപ്പം അഗ്നിവീർ റാലികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.6 kilometer 5:30 minutes റൺ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഡിഫൻസിലൊക്കെ ആസ്പയർ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. അതായത് ബേസിക് ഫിറ്റ്നസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്, ഫിസിക്കൽ ടെസ്റ്റ് അല്ല. ഓക്കെ, അവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്, നോളജ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, മനസ്സ വാച കർമ്മന എന്ന് പറയും. വാട്ട് ഡു യു തിങ്ക്, വാട്ട് യു സ്പീക്ക്, വാട്ട് യു ഡു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, മനസ്സ വാച കർമ്മന. ഓക്കെ, 5 ദിവസത്തെ പ്രൊസീജിയറാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് സ്ക്രീനിങ് ടെസ്റ്റ്, സൈക്കോളജി ടെസ്റ്റ്, GTO Day 3 Day 4, ഇൻ ബിറ്റ്വീൻ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, ആൻഡ് ഫൈനൽ ഡേ കോൺഫറൻസ് ഡേ. ഇവിടെ നിങ്ങളുടെ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ 2 ടാസ്കുകൾ, ഔട്ട്ഡോർ ടാസ്കുകളിൽ 2 ടാസ്കുകൾ വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ റേസ്, ഗ്രൂപ്പ് ഒബ്സ്റ്റക്കിൾ റേസ്. പക്ഷേ അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്. അവിടെ ബേസിക് ഫിറ്റ്നസ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അവിടെ കുറച്ച് ക്വാളിറ്റീസാണ് നോക്കുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, സ്റ്റാമിന, കറേജ്, ഇതൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. മോർ ദാൻ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ SSB ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. സോ നിങ്ങളെ ഡിഫൻസിലേക്ക് ആസ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. ബേസിക് ഫിറ്റ്നസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു 1.6 kilometer ഒരു മിനിമം ഒരു 8 to 10 minutes റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. അതുപോലെ ഒരു 10 പുഷപ്പ് എടുക്കാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. ഒരു 3 ചിന്നപ്സ് എടുക്കാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. ഇത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി ഒരു 20 minutes റൺ ചെയ്യുക. ഓക്കെ, ഡെയിലി 20 minutes എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമിനും SSBക്കും വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. SSBയിലെ വെറും 2 ടാസ്ക്കാണ്. ഓക്കെ, GTO Day 4 Day 3 2 ടാസ്കുകളാണ്, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ റേസും ഗ്രൂപ്പ് ഒബ്സ്റ്റക്കിൾ റേസും. ഓക്കെ, സോ ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
പക്ഷേ അതിനേക്കാൾ മോർ ദാൻ നമുക്ക് എക്സാമിനാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം പേഴ്സണാലിറ്റിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് 20 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ബിക്കോസ് ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഡെയിലി ഈ എക്സസൈസ് നിങ്ങൾ എന്തായാലും ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, so all candidates called for SSB interview must carry their original matriculation certificate. നിങ്ങൾ SSB ഇന്റർവ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ അതായത് SLC 10th പാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം പോകുന്ന സമയത്ത്. ആൻഡ് SSB എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ബിക്കോസ് നിങ്ങൾ SSBക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. SSB ഇന്റർവ്യൂ 5 days ആണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സ്റ്റേ ഫുഡൊക്കെ ഫ്രീ ആണ്. ഓക്കെ, ഒരുപാട് ബോർഡ്സ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. ഇപ്പം ആർമീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 4 ബോർഡ് വരുന്നുണ്ട്. ബാംഗ്ലൂരിൽ ബോർഡുണ്ട്, ഭോപ്പാലിൽ ബോർഡുണ്ട്, പ്രയാഗ്രാജിൽ ബോർഡുണ്ട്, ജലന്ധറിൽ ബോർഡുണ്ട്. ഓക്കെ, അതുപോലെ നേവീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ബോർഡുണ്ട്, വിശാഖപട്ടണത്ത് ബോർഡുണ്ട്, കൊൽക്കത്തയിൽ ബോർഡുണ്ട്, ഭോപ്പാലിൽ ബോർഡുണ്ട്. ഇനി എയർഫോഴ്സ് ആണെങ്കിലും മൈസൂരിൽ ബോർഡുണ്ട്, നമ്മളെ തൊട്ടടുത്ത് നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഗാന്ധിനഗറിലുണ്ട്, വാരണാസിയിലുണ്ട്, അതുപോലെ ഗുവാഹത്തിയിൽ ബോർഡുണ്ട്. സോ ഇത്രയും ബോർഡ്സ് ഉണ്ട് അക്രോസ് ഓൾ ഇന്ത്യ ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോർഡ്സ് വേണമെങ്കിലും കിട്ടാം. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും ആ ഫോഴ്സിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ അപ്പോൾ ആ ട്രാവൽ ചെയ്യേണ്ടി വരും, 5 days അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം SSBക്ക് പോകുന്ന ആളെ സംബന്ധിച്ച് ട്രാവലിംഗ് അലവൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ട്രാവലിംഗ് അലവൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഫ്രീ ആണ് നിങ്ങൾക്ക്. For the first time for a particular type of commission, permanent commission or short service commission shall be entitled for a AC3 tier to and fro. So AC3 tier നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് SSB ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഗവൺമെൻറ് നിങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. ആൻഡ് അഗെയിൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9th June ആണ്. ഓക്കെ, 9th June ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓൾ കമ്മ്യൂണിക്കേഷൻ ടു ദ കമ്മീഷൻ ഷുഡ് ഇൻവൈറബിളി ബി മെയ്ഡ് ഓൺ ഇമെയിൽ. അവരുടെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട് UPSCയുടെ upscoap@nic.in. ഓക്കെ, ഇതാണ് നമ്മളുടെ UPSCയുടെ മെയിൽ ID. സോ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അവർ റെസ്പോണ്ട് ചെയ്യും. വിത്തിൻ 48 hours അവർ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, after having cleared the written examination, the candidates should log on to the following website for their SSB center and date of interview. പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ എക്സാം ക്ലിയർ ചെയ്തു, നമ്മളുടെ റോൾ നമ്പർ നമ്മളുടെ മെറിറ്റ് ലിസ്റ്റിൽ വന്നു, എക്സാമിൻ്റെ മെറിറ്റ് ലിസ്റ്റിൽ വന്നു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി നെക്സ്റ്റ് എന്താ പ്രൊസീജിയർ എന്ന്. അപ്പം നിങ്ങളുടെ SSB ഇന്റർവ്യൂവിനുള്ള ഡേറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് 2 വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.joinindianarmy.nic.in, അതുപോലെ നേവിയുടെ വെബ്സൈറ്റായ www.joinindiannavy.gov.in. ഇത് 2 വെബ്സൈറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഇനി നിങ്ങൾ AFSB എയർഫോഴ്സിലേക്കാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. സോ AFSB ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, AFSB ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമി ത്രൂ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, so SSB interview for the candidates qualified in the written examination is likely to be held during the months of December 2026 to January 2027. ഓക്കെ, ഡിസംബർ മുതൽ ജാനുവരി വരെയാണ് നിങ്ങളുടെ SSB ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് സെപ്റ്റംബറിൽ എക്സാം കഴിയുന്നു, ഒക്ടോബറിൽ റിസൾട്ട് വരുന്നു, പിന്നെ ഡിസംബർ ടു ജാനുവരി, അങ്ങനെ 2 months മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പോഴേ ചെയ്യണം. ഓക്കെ, ഹൗ ടു ഇംപ്രൂവ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, കറണ്ട് അഫയേഴ്സ് നോളജ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുക, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ഇതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി ഫ്ലൈയിങ് ബ്രാഞ്ചിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരു നെക്സ്റ്റ് പൈലറ്റ്, നിങ്ങൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു സെലക്ഷൻ കൂടിയുണ്ട്. SSB ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം, പണ്ട് PABT എന്നാണ് പറയുന്നത്, ഇപ്പോൾ CPSS ആണ്. സോ ഇത് നമുക്ക് ഒരു തവണ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് എക്സാമിനേഷൻ്റെ പാറ്റേണിലേക്ക് വരാം. UPSC റിട്ടേൺ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ NDAയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ബിക്കോസ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ബിക്കോസ് യു ആർ ഗോയിങ് ടു ബി എ ഓഫീസർ. ഓക്കെ, യു ആർ ഗോയിങ് ടു ജോയിൻ ആസ് എൻ ഓഫീസർ ഇൻ ദി ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ഓക്കെ, അതിനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. നമ്മൾ കണ്ട വലിയ എല്ലാ ഓഫീസേഴ്സും നാഷണൽ ഡിഫൻസ് അക്കാഡമി വന്ന ഓഫീസേഴ്സാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാൻ, ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമിയുടെ ചീഫ്, നേവിയുടെ ചീഫ്, ഇവരൊക്കെ നാഷണൽ ഡിഫൻസ് അക്കാഡമി വന്ന ആൾക്കാരാണ്. ഓക്കെ, സോ നിങ്ങളും ഈ ഒരു അവസരം മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ,
സോ എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ 2 പേപ്പറാണ് വരുന്നത്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, മാത്തമാറ്റിക്സും ജനറൽ എബിലിറ്റി ടെസ്റ്റും. അങ്ങനെ 2.5 മണിക്കൂറിൻ്റെ 2 പരീക്ഷകളാണ്. ഓക്കെ, രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ എക്സാമിന് പോകുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രാവിലെയും ഷെഡ്യൂളുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഷെഡ്യൂളുണ്ട്. 2 സ്ലോട്ടാണ് എക്സാം വരുന്നത്. രാവിലത്തെ പേപ്പർ മാത്തമാറ്റിക്സ്, ഉച്ചയ്ക്ക് ശേഷം ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് 300 മാർക്കിലാണ് വരുന്നത്. ഓക്കെ, മാത്തമാറ്റിക്സ് 300 ആണ് ആൻഡ് ജനറൽ എബിലിറ്റി 600 ആണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 900 നിങ്ങളുടെ റിട്ടൺ എക്സാം സ്കോർ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് SSB ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ അടുത്ത പ്രൊസീജിയർ SSB ഇൻ്റർവ്യൂവിനും ഒരു 900 മാർക്സ് ഉണ്ട്. അങ്ങനെ 900 + 900 ടോട്ടൽ 1800 നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരുന്നത്. ഓക്കെ, 1800 ഇതാണ് നമ്മളുടെ കട്ട് ഓഫ് വരുന്നത്. സോ 900 ആണ് നമ്മളുടെ റിട്ടൺ എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 900. സോ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ ഇതൊരു UPSC എക്സാമാണ്. പലരും ചിന്തിക്കാറുണ്ട് ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. സോ ഇതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ആൺകുട്ടികളുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 304 ആണ്. ഓക്കെ, 304. ഇനി പെൺകുട്ടികളുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 358 ആണ്. ഓക്കെ, നോക്കൂ നിങ്ങൾ 900-ൽ 304-ഉം 358-ഉം 50% പോലും വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ പലർക്കും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ പേപ്പറിലും 25% സ്കോർ ചെയ്യണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നിങ്ങൾ 11th-ലും 12th-ലും പഠിക്കുന്ന പോലെ ഒരു സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. മോർ ദാൻ നോളജ് ഇതൊരു സൈക്കോളജി ഗെയിമാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് 11th-ലും 12th-ലും നല്ല മാർക്കൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എക്സാം എഴുതുമ്പോൾ എല്ലാവരും കോമൺ ആണ്. ഈ എക്സാമിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ 11th-ലും 12th-ലും മാർക്കൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഈ മാർക്ക് ക്ലിയർ ചെയ്യുക, SSBയിൽ റെക്കമെൻഡ് ആവുക, ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് വരിക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ 11th-ലും 12th-ലും മാർക്കൊന്നും വിഷയമില്ല. ഇവിടെ നന്നായിട്ട് UPSC NDA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഈ മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി മാത്രമാണ് ഇതിൽ കീ, വേറെ ഒന്നുമില്ല. ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു സ്ട്രാറ്റജി വേണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ആസ്പയർ ഡിഫൻസ് നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. മാത്തമാറ്റിക്സിൽ ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. 11th-ലും 12th-ലും കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ഇതിൽ വരുന്നുണ്ട്. ഒരുപാട് ടോപ്പിക്സ് മിസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഓൾജിബ്ര നിങ്ങൾക്കറിയാം. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ട്രിഗണോമെട്രി, അനാലിറ്റിക്കൽ ജോമെട്രി, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ്, ഓൾജിബ്ര, അതുപോലെ ജോമെട്രി, അതുപോലെ തന്നെ കാൽക്കുലസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗണോമെട്രി, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, മോർ ദാൻ 80% ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി, അതുപോലെ തന്നെ ജോമെട്രി. ഓക്കെ, വെക്ടർ ആൽജിബ്ര, ഇതൊക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്, നമുക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എത്ര വെയിറ്റേജ് വരുന്നുണ്ട് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, എന്ന് വെച്ചിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ, നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പാർട്ട് 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 600 മാർക്സ് ആണ്. നിങ്ങളുടെ ടോട്ടൽ ഫൈനൽ മാർക്ക് നിർണ്ണയിക്കുന്ന പേപ്പർ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. പലർക്കും ഇത് സ്കോർ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇവിടെ GK എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട് 200 മാർക്സിന്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നത്. ഡിഫൻസ്. അപ്പം നമ്മളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ നോർമലി GK ഒക്കെ വിട്ടുപോകും. ഓക്കെ, നമ്മൾ മുമ്പ് 8th, 9th, 10th പഠിച്ച GK നമ്മൾ എന്തായാലും വിട്ടുപോയിട്ടുണ്ടാവും. സോ അതും കൂടി നിങ്ങൾ ബ്രഷപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും അവരുടെ സ്കോർ ഒരു 400+ ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. കോമ്പറ്റേറ്റീവ് ലെവലിൽ വരുന്ന ഇംഗ്ലീഷാണ്. ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, കോംപ്രിഹെൻഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാറുണ്ട്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് നല്ലൊരു സ്കോറിംഗ് സബ്ജക്റ്റാണ്. നിങ്ങൾ നന്നായിട്ട് ആക്ച്വലി 50 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിങ്ങൾ 40+ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ്. 50 ക്വസ്റ്റ്യൻസ് 200 മാർക്സിൻ്റെ ഇംഗ്ലീഷ് പേപ്പറാണ് വരുന്നത്. സോ അതിൽ മോർ ദാൻ നിങ്ങൾക്കൊരു 160+ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും വിചാരിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ജനറൽ നോളജ്. ഓക്കെ, ഇവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, പിന്നെ ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ഡിഫൻസ്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്.
സോ ഇത് വളരെ ക്രൂഷ്യൽ പേപ്പറാണ്. ഇത് നിങ്ങളുടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും എക്സാം കട്ട് ഓഫ് ക്ലിയർ ചെയ്യും, പക്ഷേ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ എക്സാമിനേഷൻ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് GK സ്കോറിംഗ് വേണ്ടി ശ്രമിക്കുക. ഇതൊരു സ്കോറിംഗ് പേപ്പറാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ആരെങ്കിലും നമുക്ക് ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ പോവാം. ഓക്കെ, ഇത് OMR പേപ്പറാണ്. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ നമുക്ക് ഇത് കിട്ടും ആക്ച്വലി. ഓക്കെ, നിങ്ങൾ ഡിഫൻസിലേക്ക് ആസ്പയർ ചെയ്യുന്ന കുട്ടികളല്ലേ, അപ്പം നന്നായിട്ട് നമുക്ക് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്, എന്താണ് ലോകത്തിൽ നടക്കുന്നതൊക്കെ അറിയണ്ടേ. യെസ്. നെക്സ്റ്റ് ഫിസിക്സ്, അത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി. ഫിസിക്സിന് 25 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് കെമിസ്ട്രി നോക്കി കഴിഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ വെയിറ്റേജ് കുറഞ്ഞ ഒരു പേപ്പറാണ് കെമിസ്ട്രി. ബയോളജി ആണെങ്കിലും ജനറൽ സയൻസ് എന്ന് പറയും, അവിടെയാണെങ്കിലും 10 ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ആക്ച്വലി പറഞ്ഞാൽ. കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഫിസിക്സ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് GK. ആ ഒരു 2 പേപ്പർ നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗോ ത്രൂ ആണ്. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു SSB ഇന്റർവ്യൂ. ഇറ്റ്സ് എ 5 days പ്രൊസീജിയർ. ഓക്കെ, 2 സ്റ്റേജസ് ആണ് അതിലുള്ളത്. സ്റ്റേജ് 1 ആണ് ഫസ്റ്റ് ഡേയിൽ നടക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ്. ഓക്കെ, സ്റ്റേജ് 1 കംപ്രൈസ് ഓഫ് ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ് ആൻഡ് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, PPDT. OIR ആൻഡ് PPDT എന്ന് പറയുന്ന 2 ടെസ്റ്റാണ് സ്റ്റേജ് 1 ഡേ 1 സ്ക്രീനിങ് ടെസ്റ്റിൽ നടക്കുന്നത്. അത് ക്ലിയർ ചെയ്താൽ മാത്രം നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകും, എങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ 4 ദിവസം നെക്സ്റ്റ് 4 days നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ സമയത്ത് സൈക്കോളജി ടെസ്റ്റ്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്ക്, പേഴ്സണൽ ഇന്റർവ്യൂ നടക്കുന്നത്. ആൻഡ് ഫൈനൽ ഡേ കോൺഫറൻസ് ഡേയിൽ നിങ്ങളുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യും. നിങ്ങൾ റെക്കമെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റിന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. ഏതുവേണം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. എന്തായാലും നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഒരിക്കലും നമ്മൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെക്കമെൻഡ് ആവട്ടെ, നിങ്ങൾ ഫോഴ്സിൽ ജോയിൻ ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ് എനിവേ. ഓക്കെ, സോ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം എക്സാമിനേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു കാറ്റഗറിയാണ്. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി നോക്കാനുണ്ട്. ഓക്കെ, പെനാൽറ്റി ഫോർ റോങ് ആൻസർ. ഓക്കെ, റോങ് ആൻസറിന് പെനാൽറ്റി ഉണ്ട്. ഓക്കെ, ഓക്കെ, 1/3 മാർക്ക് നിങ്ങൾക്ക് പെനാൽറ്റി ഉണ്ട്. ഓക്കെ, ഓരോ പേപ്പറിലും. ഓക്കെ, അത് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. സോ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. സോ ആൻസർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ഇതിപ്പം OMR ഷീറ്റിൻ്റെ കേസിലാണ്. OMR ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് നേരത്തെ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാം. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഫിസിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഫിസിക്കൽ ഹൈറ്റ് എത്ര റിക്വയർമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 157 സെൻറ്റിമീറ്റേഴ്സ് വേണം ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പെൺകുട്ടിയാണെങ്കിൽ 152 സെൻറ്റിമീറ്റേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, പെൺകുട്ടികൾക്ക് 152, ആൺകുട്ടികൾക്ക് 157. ഇനി പെൺകുട്ടി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ 18 വയസ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 2 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ടാവും. 150 ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 162.5, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മിനിമം 162.5 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക. 157 ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് 150 ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ആൻഡ് കാൻഡിഡേറ്റ്സ് അണ്ടർ ദി ഏജ് ഓഫ് 18 അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ആർ അലൗഡ് 2 സെൻറ്റിമീറ്റർ ഗ്രോത്ത് അലവൻസ്. നിങ്ങൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് 18 വയസ്സല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സെൻറ്റിമീറ്റർ ഗ്രോത്ത് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാണ് ഫിസിക്കൽ കണ്ടീഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വൺസ് NDAയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് BSc ഓർ BA ആണ്. ഇന്ത്യൻ ആർമിയിൽ, നേവി ആണെങ്കിൽ BTech ആണ്, എയർഫോഴ്സ് ആണെങ്കിൽ BTech, B or BSc ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, 3 ഡിഗ്രി പ്രോഗ്രാംസ് ആണുള്ളത്, BA, BSc, BTech. ഓക്കെ, ആർമി ആണെങ്കിൽ BA or BSc, നേവൽ കാഡറ്റ്സിന് BTech ആണ്, അതുപോലെ എയർഫോഴ്സ് കാഡറ്റ്സിന് BSc or BTech. ഈ 3 ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആൻഡ് ആർമി, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി, നേവി, എയർഫോഴ്സ് വിങ്ങിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ 3 വർഷം NDAയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. 1 വർഷം അവരുടെ റെസ്പെക്റ്റീവ് അക്കാഡമി. ആൻഡ് 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ 4 വർഷം നേവൽ അക്കാഡമിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് UPSC.online.nic.in ആണ്. ഓക്കെ, UPSC.online.nic.in ആണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 9 ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. NDAയുടെ ശൗര്യ ബാച്ച് നിങ്ങൾക്ക് ഓപ്പൺ ആണ്. ഇപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. നോട്ടിഫിക്കേഷൻ വന്നത് തൊട്ട് തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന്. ഓക്കെ,
ആൻഡ് യു ക്യാൻ കോൺടാക്ട് us 7034561234 ത്രൂ വാട്സാപ്പ്. ഓക്കെ, വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യാം. അതുപോലെ NDA സംബന്ധിച്ച പുതിയ വീഡിയോസ് നമ്മൾ വരുന്നതാണ്. ഞാൻ പറഞ്ഞ നേരത്തെ എക്സാമിനേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളായിട്ട് നിങ്ങൾ വരുന്നതാണ്. സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ആർമി നേവി എയർഫോഴ്സിൻ്റെ യൂണിഫോം ധരിക്കാൻ സാധിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, ആസ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.